പ്രിയപ്പെട്ട കുട്ടികളെ, NMMSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ക്ലാസ്സിലായിട്ട് കോഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ ഓരോന്നും നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. A=1, ലേറ്റ് 38. അങ്ങനെയാണെങ്കിൽ BOSS ബോസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇതിനു മുമ്പ് ഇതിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേച്ചിട്ട് വരിക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ഓക്കെ, അപ്പോൾ A മുതൽ Z വരെ നമുക്കൊരു സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ എന്ത് ചെയ്യുക, റഫായിട്ട് ഇവിടെ ഇരുന്നിട്ട് വർക്ക്ഷീറ്റിൻ്റെ പുറകിൽ ഭാഗത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ABCD ഒക്കെ ആദ്യം തന്നെ എഴുതി വെക്കും. കിട്ടുന്ന സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഈ വക കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ABCD ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഇനി നോക്കിക്കൂടെ, ഒന്നാമത് എന്താ പറഞ്ഞത്, A=1 അല്ലേ. A എന്ന് പറഞ്ഞത് എത്രയാണ്? 1. A എന്ന് പറഞ്ഞത് 1 ആണ്. ഇനി എന്താ പറഞ്ഞത്, ലേറ്റ് എന്ന് പറഞ്ഞത് 38 ആണ്. LATE 38. അപ്പോൾ എല്ലിൻ്റെ നമ്പർ നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. എന്ന് പറഞ്ഞത് എത്രയാ? L എന്ന് പറഞ്ഞത് 12. A എന്ന് പറയുന്നത് 1, L എന്ന് പറഞ്ഞത് എത്രയാ? 12. ഇനി അടുത്തത് എന്താ? Tയും അതുപോലെ തന്നെ ഇയും. എത്രയാ? 5 ആണ്. T നോക്കിയേ, T എന്ന് പറഞ്ഞത് L 12 ആണ്. നോക്കിയേ, 13 14 15 16 17 18 19 20. T എന്ന് പറഞ്ഞത് 20 ആണ്. ഇനി നമുക്ക് കൂട്ടി നോക്കിക്കൂടെ, 20 30 2 32 32 5 37 1 38. ഓക്കെ, ഈ ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, നമ്മൾ നേരത്തെ ചെയ്തതിലുണ്ടായിരുന്നു. ഇത് 2023 ചോദ്യമായിരുന്നു. ഇത് 2022 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. 38 ലേറ്റ്, 38 നമ്പർ വന്ന, ലേറ്റ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, 38. ഇനി എന്താ ചോദിക്കുന്നത്? ബോസ് ആണ് ചോദിക്കുക. നമ്മളോട് ഉത്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? ബോസ്. അപ്പോൾ B എത്രയാ? B 2 ആണ്. O നോക്കിയേ, O എത്ര? L 12 ആണെങ്കിൽ 13 14 15. O എന്ന് പറഞ്ഞത് 15. അടുത്തത് S അല്ലേ, 15 ആണെങ്കിൽ 16 17 18 19. ഇതും 19 ഇതും 19. ഇനി നമുക്ക് കൂട്ടാലോ. 19 19 15 2 കൂട്ടിയാലോ. 9 9 18 20 5 25. ശിഷ്ടം 2 2 3 4 5. എത്രയാ ഉത്തരം? 55. അപ്പോൾ ബോസ് എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം എത്രയാ? 55. കിട്ടിയല്ലോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. കുട്ടികൾ ചെയ്തില്ലേ ഇത്? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ടീച്ചർ എന്ന് പറയുന്നതിൻ്റെ കോഡ് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇനി സ്റ്റുഡൻറ്റിൻ്റെ കോഡാന്ന് എഴുതേണ്ടത്. നോക്കാം. ടീച്ചർ എന്ന് പറയുന്നത് T എന്നുള്ളത് V ആണ് എഴുതിയത്. T എന്ന് പറയുന്നത് V ആണ് എഴുതിയത്. നോക്കിയേ, T കഴിഞ്ഞിട്ട് U കഴിഞ്ഞിട്ട് V ആണ്. ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് V എഴുതിയത്. T കഴിഞ്ഞിട്ട് ഒരക്ഷരം വിട്ടതിന് ശേഷമാണ് V എഴുതിയത്. ഓക്കെ, അടുത്തതോ E എന്ന് കഴിഞ്ഞിട്ട് നോക്കിയേ, E എന്ന് കഴിഞ്ഞിട്ട് ഒരക്ഷരം വിട്ടിട്ടാണ് G എഴുതിയത്. അടുത്തതോ A എന്ന് പറയുന്നതോ, A എന്ന് പറഞ്ഞത് ഒരക്ഷരം വിട്ടിട്ടാണ് C എഴുതിയത്. കണ്ടില്ലേ? H ആണെങ്കിലോ, H ആണെങ്കിൽ C കഴിഞ്ഞാൽ H അല്ലേ. H കഴിഞ്ഞാൽ ഒരക്ഷരം വിട്ടിട്ട് J. ഇനി E ആണെങ്കിലോ, E ആണെങ്കിൽ ഒരക്ഷരം വിട്ടിട്ട് G. R ആണെങ്കിൽ ഒരക്ഷരം വിട്ടിട്ട് T. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? S ആണെങ്കിലോ, S ആണെങ്കിൽ ഒരക്ഷരമായിട്ടുള്ള T വിട്ടിട്ട് അടുത്ത അക്ഷരമായിട്ടുള്ള U എടുക്കുന്നു. T ആണെങ്കിലോ ഒരക്ഷരമായ U വിട്ടതിന് ശേഷം അടുത്തത് V ചെയ്യുന്നു. U V. അടുത്തത് U ആണെങ്കിലോ V വിട്ടിട്ട് W. D ആണെങ്കിൽ E വിടണം, F എടുക്കണം. ഇനി E ആണെങ്കിലോ F വിട്ടിട്ട് G എടുക്കണം. N ആണെങ്കിൽ O വിട്ട് P എടുക്കുന്നു. T ആണെങ്കിലോ U വിട്ട് V എടുക്കുന്നു. മനസ്സിലായോ? എങ്ങനെയാണോ ആദ്യത്തെ കോഡിൻ്റെ ഇതിൻ്റെ ബന്ധം എങ്ങനെയാണോ ഇവിടെ തന്നിരിക്കുന്നത്, ആ ബന്ധം മനസ്സിലാക്കിയതിന് ശേഷം ഈ ബന്ധത്തിലേക്ക് കടന്നു പോകാം. ഇത് ഒരക്ഷരം വിട്ടിട്ടാണെങ്കിൽ അടുത്തതും ഒരക്ഷരം വിടുക. ഇനി 2 അക്ഷരം വിട്ടിട്ടുള്ളതാണെങ്കിൽ 2 അക്ഷരം. എങ്ങനെയാണോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഈ കോഡിൽ ഇവരുടെ റിലേഷൻ എങ്ങനെയാണ്, ബന്ധം എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, ശേഷം രണ്ടാമത്തതിലേക്ക് പോവാം.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്